ഹലോ ഫ്രണ്ട്സ്, ഐഫോണിന് എന്താണ് സംഭവിക്കുന്നത്? ഐഫോൺ 16 എല്ലാം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഐഫോൺ 16 പ്രോ സീരീസുകൾ ഐഫോൺ 15 പ്രോയുമായി കമ്പയർ ചെയ്യുമ്പോൾ പഴയതിനേക്കാൾ കുറഞ്ഞ ഡിമാൻഡാണ് എന്നാണ് ഇപ്പോൾ വിദഗ്ധരുടെ എല്ലാം അഭിപ്രായം. അതുപോലെ ഐഫോൺ പ്രോ അല്ലാത്ത മോഡലുകൾക്ക് ഡിമാൻഡ് എല്ലാം വർദ്ധിച്ചിട്ടുണ്ട്. എങ്കിൽ കൂടി 15 സീരീസുമായി കമ്പയർ ചെയ്യുമ്പോൾ 16 സീരീസിൽ ഇതിൽ വളരെയധികം ഡിമാൻഡ് കുറവെല്ലാം വന്നിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. അതിനാൽ തന്നെ എന്താണ് ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു മാറ്റമെല്ലാം? അതായത് ഇപ്പോൾ ഐഫോൺ എന്നതെല്ലാം മാറി ഇപ്പോൾ ആൻഡ്രോയിഡ് എന്നതിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആൻഡ്രോയിഡിൽ തന്നെ നിങ്ങൾക്ക് സാംസങ്ങിൻ്റെ എല്ലാം തന്നെ പ്രീമിയം മൊബൈൽസ് എല്ലാം ഒരുപാട് മൊബൈലുകളെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നേരത്തെ നമുക്ക് ഈ പറഞ്ഞ പോലെ ആപ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു നമ്പർ 1 ബ്രാൻഡ് എന്ന ഒരു പ്രതീതി എല്ലാം ഉണ്ടായിരുന്നു. അതായത് മാർക്കറ്റിലെ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്തിരുന്ന ഒരു മോഡൽ കൂടിയായിരുന്നു ആപ്പിൾ എന്നത്. എന്നാൽ ഇപ്പോൾ ഈ ഒരു കാര്യമെല്ലാം സാംസങ് എല്ലാം ഈ ഒരു റെക്കോർഡെല്ലാം മറികടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം കാരണം എന്ന് പറയുന്നത് ആപ്പിൾ പ്രൊഡക്ട്സിൽ പലവിധ ഫീച്ചേഴ്സ് എല്ലാം എത്തുന്നതിനുള്ള ഡിലേ എല്ലാമാണ്. ഇപ്പോൾ AI ഫീച്ചറെല്ലാം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ AI ഫീച്ചറെല്ലാം ആൻഡ്രോയിഡ് ഫോണുകളിലെല്ലാം വന്നിട്ട് ഒരുപാട് വർഷങ്ങളെല്ലാമായി. എന്നാൽ ഇപ്പോൾ അടുത്താണ് നമുക്ക് ഈ ഒരു കാര്യമെല്ലാം തന്നെ ഐഫോണിലേക്ക് ലഭിക്കുന്നത്. ഇനിയും നമ്മൾ ഈ ഒരു അപ്ഡേറ്റ് എല്ലാം വരുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇത് എങ്ങനെയാണുള്ളത്, അതുപോലെ എങ്ങനെയാണ് ഇതിൻ്റെ പെർഫോമൻസ് എന്നെല്ലാം അറിയാൻ സാധിക്കുക. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് ഫാക്ടേഴ്സ് എല്ലാം തന്നെ ഇപ്പോൾ ഐഫോണിൻ്റെ സെയിലിനെ വളരെയധികം ബാധിക്കുന്നുണ്ട്. ഞാനും ഒരുപാട് നാളായി ഐഫോൺ എല്ലാം യൂസ് ചെയ്യുന്നതും അതുപോലെ ഐഫോൺ പ്രൊഡക്ട്സ് എല്ലാം തന്നെ ഇഷ്ടപ്പെടുന്നതുമാണ്. ഐഫോൺ 16 സീരീസിൽ വലിയ പ്രശ്നങ്ങളൊന്നുമുണ്ട് എന്നതല്ല ഞാൻ പറയുന്നത്. പഴയ 15 സീരീസിനെ അപേക്ഷിച്ച് ഒരുപാട് അപ്ഡേറ്റ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഒരുപാട് കാര്യങ്ങളിൽ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ക്യാമറയുടെ കാര്യമാണെങ്കിൽ, വീഡിയോയുടെ കാര്യമാണെങ്കിൽ, ഇനി അതുമല്ലെങ്കിൽ സോഫ്റ്റ്വെയറിൻ്റെ കാര്യം, ഇതിലെല്ലാം തന്നെ നല്ല രീതിയിലുള്ള അപ്ഡേറ്റ്സ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. എങ്കിൽ കൂടി ഇപ്പോൾ ഈ ഒരു മാർക്കറ്റ് വളരെ കോമ്പറ്റേറ്റീവ് ആയതുകൊണ്ട് തന്നെ പലവിധ ഇന്നോവേഷനിലുള്ള കാര്യങ്ങളെല്ലാം വരികയാണെങ്കിൽ മാത്രമാണ് നല്ല രീതിയിൽ ഈ ഒരു പ്രീമിയം മൊബൈൽസ് എല്ലാം സെൽ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ആ ഒരു കാര്യത്തിലെല്ലാം സാംസങ് മൊബൈലെല്ലാം തന്നെ ഒരു പടി മുന്നിലാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ ഒരു AI ഫീച്ചർ എല്ലാം തന്നെ സാംസങ്ങിലെല്ലാം വന്ന് ഒരുപാട് നാളായിട്ടുണ്ട്. ഇപ്പോഴാണ് നമുക്ക് ഐഫോണിൽ ഈ ഒരു ഫീച്ചർ എല്ലാം ലഭിക്കുന്നത്. അതുപോലെ നമ്മൾ ആൻഡ്രോയിഡിലുള്ള ഒരുപാട് കാര്യങ്ങളെല്ലാം തന്നെ ഇതെല്ലാം തന്നെ ആപ്പിളിലേക്ക് വരുന്നതിന്, അല്ലെങ്കിൽ ഈ ഒരു ഫീച്ചർ എല്ലാം ആപ്പിളിൽ ലഭിക്കുന്നതിന് നമ്മൾ ഒരുപാട് വർഷങ്ങളെല്ലാം കാത്തിരിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ ഒരു ഒട്ടുമിക്ക പേരും അവരുടെ കയ്യിൽ ആൻഡ്രോയിഡ് അതുപോലെ തന്നെ ഈ iOS എല്ലാം തന്നെ യൂസ് ചെയ്യുന്നവരായിരിക്കും. അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നെല്ലാം ഈ 2 മൊബൈലെല്ലാം അവർ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പലർക്കും ഇതിൽ കൂടുതലായി താല്പര്യമെല്ലാം തോന്നുക ഒട്ടനവധി ഫീച്ചേഴ്സ് എല്ലാം ഉള്ള ഒരു മൊബൈൽ ഫോണിൽ തന്നെയായിരിക്കും. പലപ്പോഴും ഒരേ പാറ്റേണിലുള്ള ഡിസൈനും അതുപോലെ പുതിയ ഇന്നോവേറ്റീവായ ഐഡിയാസ് ഒന്നും ഇല്ലാത്തതും ഇത്തരത്തിൽ ഐഫോണിൻ്റെ ഈ ഒരു സെയിലിനെ എല്ലാം നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു സമയത്ത് നമുക്ക് മൊബൈൽ എന്ന് പറഞ്ഞാൽ നോക്കിയ എന്നതായിരുന്നു. എന്നാൽ ഈ ഒരു നോക്കിയയുടെ പതനമെല്ലാം സംഭവിച്ചത് ഇത്തരത്തിൽ ഇന്നോവേറ്റീവായി മറ്റു കമ്പനിക്കാർ പലവിധ കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നത് കൊണ്ട് തന്നെയാണ്. ആൻഡ്രോയിഡ് എല്ലാം തന്നെ മാർക്കറ്റിൽ വന്നപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു നോക്കിയ എല്ലാം തന്നെ അവരുടെ ഈ ഒരു മാർക്കറ്റ് എല്ലാം തന്നെ നഷ്ടപ്പെടുകയുണ്ടായി. ഇതെല്ലാം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അതുപോലെ ഈ ഒരു ഐഫോണിൻ്റെ കാര്യത്തിലും ഇപ്പോൾ നമ്മൾ കുറച്ച് വർഷങ്ങളായി ബാക്കിലേക്ക് എടുക്കുകയാണെങ്കിൽ ഈ ഒരു സ്പീഡ് അതുപോലെ പെർഫോമൻസ്, ക്യാമറ, ഇങ്ങനെയുള്ള കുറച്ച് മാറ്റങ്ങളല്ലാതെ ആൻഡ്രോയിഡിലെല്ലാം ഉള്ളതുപോലെ അധികം ഫീച്ചേഴ്സ് ഒന്നും ലഭിക്കാത്തതും ഇത്തരത്തിൽ ഒരുപാട് പേരെ ഈ ഒരു ആപ്പിൾ പ്രൊഡക്ട്സിൽ നിന്ന് മാറി ചിന്തിക്കാനെല്ലാം പ്രേരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം തന്നെയാണ് നമുക്ക് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഐഫോണിന് എപ്പോഴും ഉണ്ടായിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, നേരത്തെ ആണെങ്കിൽ കൂടി ഐഫോൺ എന്നത് ഇത് വളരെ സ്ട്രോങ് ആയ ഒരു മൊബൈൽ തന്നെയാണ്. അതായത് ഇതിൻ്റെ ഹാർഡ്വെയർ ആണെങ്കിലും സോഫ്റ്റ്വെയർ ആണെങ്കിലും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അതായത് ഒരുപാട് നാളത്തേക്ക് ലാസ്റ്റ് ചെയ്യുന്ന ഒരു മൊബൈൽ, ഇങ്ങനെയെല്ലാം. അതുപോലെ പെർഫോമൻസിൻ്റെ കാര്യമാണെങ്കിൽ കൂടി വളരെ നല്ല പെർഫോമൻസ് എല്ലാം നമുക്കിതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് നേരത്തെ എല്ലാം തന്നെ ഐഫോണിൻ്റെ ചിപ്സെറ്റുമായി ആൻഡ്രോയിഡിൻ്റെ ചിപ്സെറ്റിനൊന്നും മത്സരിക്കാനൊന്നും സാധിക്കാതിരുന്നത്.
എന്നാൽ ഇപ്പോൾ സ്ഥിതിവിശേഷമെല്ലാം മാറിയിട്ടുണ്ട്. ഒരുപാട് ആൻഡ്രോയിഡ് ഡിവൈസുകളിലെല്ലാം സ്നാപ്ഡ്രാഗൺ എല്ലാം വന്നതോടുകൂടി അല്ലെങ്കിൽ ഇത്തരത്തിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള പെർഫോമൻസ് എല്ലാം കൊടുക്കാനും അതുപോലെ പുതിയ പുതിയ ഫീച്ചേഴ്സ് എല്ലാം കൊണ്ടുവരുന്നതിനും ഇനി നിങ്ങൾ ക്യാമറയുടെ കാര്യമായിക്കോട്ടെ വീഡിയോ ആയിക്കോട്ടെ ഇത്തരത്തിൽ പ്രീമിയം മൊബൈലുകളിലെല്ലാം തന്നെ ഇവിടെയും നല്ല രീതിയിലുള്ള മാറ്റമെല്ലാം ആൻഡ്രോയിഡ് മൊബൈലുകളിലെല്ലാം കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ഡിമാൻഡ് ആപ്പിളിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഇതേ ഒരു പാറ്റേണിൽ തന്നെ ഇനി മുന്നോട്ട് പോകുന്നുവെങ്കിൽ ആപ്പിളിന് തീർച്ചയായും ഇത് അവരുടെ ബിസിനസ് എല്ലാം തന്നെ വളരെയധികം നഷ്ടമാക്കാനാണ് സാധ്യത. അപ്പോൾ പുതിയതായി ഒരുപാട് ഇന്നോവേറ്റീവായ കാര്യങ്ങളെല്ലാം കൊണ്ടുവരാൻ സാധിക്കുന്നവർക്ക് മാത്രമാണ് മാർക്കറ്റിൽ പിന്നീട് സസ്റ്റെയിൻ ചെയ്യാനെല്ലാം സാധിക്കുക. ഏതൊരു ബ്രാൻഡ് ആയിക്കോട്ടെ അവർക്ക് പുതിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ, അതായത് കാലത്തിനനുസരിച്ച് മാറ്റങ്ങളൊന്നും കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എങ്കിൽ അതെല്ലാം തന്നെ ഫീൽഡിൽ നിന്നും ഔട്ടാവുക തന്നെ ചെയ്യും. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്